ആറര മണിക്ക് നിങ്ങളുണ്ടായിരുന്നു? വീട്ടിലുണ്ടായിരുന്നോ? ആ, വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അപ്പോഴാണ് ചാടിയത്. അപ്പോൾ നമ്പറെ വിളിച്ച നമ്പറും ഫോൺ എടുത്തില്ല. 2-3 വട്ടം വിളിച്ചില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അപ്പം തന്നെ വന്ന് ഫോൺ എടുത്തു വരും ചെയ്തു. പോലീസുകാർ വിളിച്ചാൽ അപ്പം തന്നെ എത്തി. ഫയർഫോഴ്സിനെ ആരാ വിളിച്ചത്? പോലീസുകാർ വിളിച്ചതോടെ എത്തും ചെയ്തു. പോലീസ് അവർ അഡ്രസ്സ് ചോദിച്ച് നമ്പറും ചോദിച്ച് അപ്പം തന്നെ എത്തും ചെയ്തു. നിങ്ങളെ പേര്? ആയിരം കാത്തൻ. വേറെ വീടിന് പരിക്കേറ്റ് എന്തെങ്കിലും പറ്റിയണോ? പ്ലാസ്റ്റിക് മറ്റേത് സൺസൈഡ് അതിൽ തട്ടി ഇതായിക്കണേ. ഓക്കെ. വേറെ പരിക്കും കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ഉള്ളവരെ, നമ്മുടെ കരുവാരകുണ്ട് മേഖലയിൽ ഇന്നലെ അതിശക്തമായ കാറ്റ് വീശി വീടിൻ്റെ റോഡ് മുറിച്ച് കടന്ന് വീടിൻ്റെ മുകളിലേക്കൊക്കെ മരങ്ങൾ വീണു. കരുവാരകുണ്ട് മേഖലയിലാണ് കാറ്റിനോടൊപ്പം ഇടിയും ഉണ്ടായിരുന്നു, മഴയും ഉണ്ടായിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ആർത്തൽക്കുന്നേൽ 1000 കാത്തൻ്റെ വീടിൻ്റെ മുകളിലേക്കാണ് മരം വീണത്. റോഡ് മുറിച്ച് മരം വീണത് കൊണ്ട് തന്നെ വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഇല്ല. ആർക്കും ഒരു അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ കരുവാരകുണ്ട് ഭാഗത്ത് ശക്തമായ ഇടിയും മഴയും കാറ്റുമായിരുന്നു. നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ കമ്പി കറണ്ടിൻ്റെ വിവരത്തിനനുസരിച്ച് കവുങ്ങുകളൊക്കെ പൊട്ടി വീണ് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരുന്നു. ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ തകരാറിലായിരുന്നു. എന്തായാലും രാത്രി 7 മണിയോട് 7-8 മണിയോടുകൂടി ഒരുവിധം പൂർണ്ണമായിട്ടും ഒരുവിധമൊക്കെ അവർ ശരിയാക്കി. രാത്രി 10 മണിയോടുകൂടി കറണ്ട് പുനഃസ്ഥാപിച്ചു എന്നുള്ളത് തന്നെയാണ്. വെള്ളത്തിൽ അതുപോലെ തന്നെ പുഴയൊക്കെ വെള്ളം കര കവിഞ്ഞു എന്നുള്ളതാണ്. വെള്ളം വെറ്റി വരേണ്ട സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടായി. ഇന്നലെ മാത്രം മരം വീണ സ്ഥലത്ത് രാത്രിയാണ് കരുവാരകുണ്ട് ഈ ഒരു കൽക്കുണ്ട് ഭാഗത്ത് കരുവാരകുണ്ട് SI ശശികുമാറും സഹപ്രവർത്തകൻ ഷംസീറും സ്ഥലത്തെത്തി. തുടർന്നാണ് തിരുവാലി ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ച് അവിടുന്ന് അബ്ദുൽ നസീർ PBയുടെ നേതൃത്വത്തിലുള്ള ഫയർ സംഘമാണ് സ്ഥലത്തെത്തി നേതൃത്വം നൽകിയത്. ഈ വിവരം അറിഞ്ഞപ്പോൾ രാവിലെ 5:30 മണിയോടുകൂടി എനിക്കൊരു കോൾ വന്നു. നോമ്പായതുകൊണ്ട് ഞാൻ രാവിലെ ആളുകളെ വിളിച്ചു വരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെയാണ് രാത്രി ഫയർഫോഴ്സ് പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ജാഫറും ആ സ്ഥലത്തേക്ക് പോയി. രാത്രി 10 മണിയോടുകൂടിയാണ് തിരിച്ചു വന്നത്. എന്തായാലും വലിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും